ഭീഷ്മരോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന അർജുനൻ പിന്നീട് ഭീഷ്മരെ വിട്ട് സൈന്യങ്ങളുടെ നേർക്ക് തിരിഞ്ഞു. ഭീമനും അർജുനനും കൂടി തൻ്റെ സൈന്യങ്ങൾക്ക് വരുത്തുന്ന നാശനഷ്ടങ്ങൾ കണ്ട് ദുര്യോധനൻ ഭീഷ്മരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, പിതാമഹ, ഇതാ അർജുനൻ നമ്മുടെ സൈന്യങ്ങളെയെല്ലാം കൊന്നൊടുക്കുന്നത് അങ്ങ് കാണുന്നില്ലേ? അങ്ങയ്ക്ക് മാത്രമേ അർജുനൻ്റെ പരാക്രമങ്ങൾ നിർത്തുവാൻ സാധിക്കുകയുള്ളൂ. പാണ്ഡവപക്ഷത്തുള്ള ഓരോരുത്തരും വിജയിച്ചു മുന്നേറുന്നത് അവരെ അങ്ങ് തകർക്കാത്തതുകൊണ്ടാണ്. ഇത് കേട്ട് ഭീഷ്മർ പറഞ്ഞു, ശരി ദുര്യോധന, നിന്നോട് ഞാൻ ചെയ്ത പ്രതിജ്ഞ നിറവേറ്റുന്നുണ്ട്. 10,000 രാജാക്കന്മാരെ വധിക്കാമെന്നുള്ള പ്രതിജ്ഞ ഞാൻ ഇന്ന് നിറവേറ്റുന്നത് നീ കാണുക. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഭീഷ്മർ ഉറച്ച മനസ്സോടെ പൊരുതി മുന്നേറുന്നു. കൊടുങ്കാറ്റ് പോലെ പാഞ്ഞു വരുന്ന ഭീഷ്മർ, ആ ഭീഷ്മരെ ശരങ്ങൾ കൊണ്ട് അർജുനൻ തടഞ്ഞു നിർത്തുന്നു. ദുശാസനൻ ഭീഷ്മർക്ക് പിന്തുണയുമായി വന്നപ്പോൾ അർജുനൻ ഭീഷ്മരെ വിട്ട് ദുശാസനൻ്റെ നേർക്ക് തിരിഞ്ഞു. ദുശാസനൻ അർജുനനെതിരെ നിരവധി ശരങ്ങൾ എയ്തുവെങ്കിലും അർജുനൻ്റെ ശരങ്ങൾ ദുശാസനനെ മുറിവേൽപ്പിക്കുവാൻ തുടങ്ങി.